എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങളെ ചർച്ചയിലൂടെ പരിചയപ്പെടുത്തുന്നതും കൂടുതൽ മനസ്സിലാക്കുന്നതും പ്ലസ് ടു ബോട്ടണിയിലെ ഇക്കഴിഞ്ഞ മാർച്ച് 2021 മോഡൽ പരീക്ഷയിലെ ചോദ്യപേപ്പറിൽ നിന്നുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ടുള്ളത്, 60 മാർക്കിനുള്ള ചോദ്യങ്ങൾ കൊടുത്തവയിൽ 1, 2, 3 മാർക്കിന്റേതായി 45 മാർക്കിനുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോക്കസ് ഏരിയയിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. പരീക്ഷയ്ക്ക് മുൻപായി പ്ലസ് ടു ബോട്ടണിയിലെ 8 ചാപ്റ്ററും കൂടാതെ 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും നോക്കിക്കഴിഞ്ഞിരുന്നു. അത് വളരെയധികം പ്രയോജനപ്പെട്ടു എന്നത് കമന്റ് ബോക്സിലൂടെയും അല്ലാതെയും അറിയാൻ കഴിഞ്ഞു. 30 മാർക്കിനുള്ള ഉത്തരങ്ങൾ എഴുതിയാൽ മതിയെന്നിരിക്കെ ഇത്രയും എളുപ്പത്തിൽ ഫോക്കസ് പോയിന്റ് മാത്രം നോക്കി ഫുൾ മാർക്ക് വാങ്ങിക്കാൻ കഴിയുമെന്നത് ഒരു ഗോൾഡൻ ചാൻസ് ആയി കണക്കാക്കേണ്ടത് കൂടിയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ ധൈര്യപൂർവ്വം നേരിടാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. എന്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. എങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വിശദമായി പരിചയപ്പെടാം. ഓക്കെ. മോഡൽ എക്സാമിനേഷൻ മാർച്ച് 2021 പാർട്ട് 3 ബയോളജി, ബോട്ടണി ആൻഡ് സുവോളജി. മാക്സിമം 60 സ്കോർസ്. ടൈം 2 hours. കൂൾ ഓഫ് ടൈം 20 minutes. പ്രിപ്പറേറ്ററി ടൈം 5 minutes. ഇതിലാദ്യം പാർട്ട് എ ബോട്ടണി. മാക്സിമം 30 മാർക്ക്. ടൈം 1 hour. കൂൾ ഓഫ് ടൈം 10 minutes. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻസ് 1 to 7 ക്യാരീസ് 1 സ്കോർ ഈച്ച്. 1 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് 1 മാർക്ക് വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് among the following is a vegetative propagule? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. റൈസോം, ജെമ്യൂൾസ്, സൂസ്പോഴ്സ്, കൊണിഡിയ. ഇതിലെ കൊണിഡിയ, സൂസ്പോഴ്സ്, ജെമ്യൂൾസ് ഇത് മൂന്നും ലോവർ ഓർഗാൻസിലെ എസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ മെത്തേഡുകളാണ്. റൈസോം മാത്രമാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ പ്രൊട്ടക്റ്റീവ് വാൾ ലെയർ ഓഫ് ഫ്രൂട്ട് ഈസ് നോൺ ആസ്. ഫ്രൂട്ട് വാൾ എന്ന് പറയുന്നത് പെരിക്കാർപ്പാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രൂട്ട് വിച്ച് ഡെവലപ്സ് ഫ്രം എനി പാർട്ട് ഓഫ് ദ ഫ്ലവർ അതർ ദാൻ ഓവറി ഈസ് കോൾഡ്. ഫോൾസ് ഫ്രൂട്ട് എന്നാണ് പറയുക. ഓവറി എന്നാണെങ്കിൽ ട്രൂ ഫ്രൂട്ട് എന്നും, ഫെർട്ടിലൈസേഷൻ നടക്കാതെ ഫ്രൂട്ട് ഡെവലപ്മെന്റ് വരികയാണെങ്കിൽ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്നാണ് പറയുക. നാലാമത്തെ ക്വസ്റ്റ്യൻ, നെയിം എനി 2 പ്രൊഡക്ട്സ് ഒബ്റ്റൈൻഡ് ത്രൂ ബീ കീപ്പിംഗ്. ബീ കീപ്പിംഗിനോട് ലഭിക്കുന്ന 2 പ്രൊഡക്റ്റ്, ഹണി ആൻഡ് ബീ വാക്സ്. ഹണി മെഡിസിനലി ഇമ്പോർട്ടന്റ് ആണ്. ബീ വാക്സ് കോസ്മെറ്റിക്സ് പോളിഷസിന്റെ ഉപയോഗത്തിന് എടുക്കുന്നു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസ്ട്രിക്ഷൻ എൻസൈം EcoR1 ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദ ബാക്ടീരിയം. ഇവിടെ ആൻസർ എസ്ചെറിഷ്യ കൊളൈ RY13 അല്ലെങ്കിൽ E. coli എന്നാണ് പറയുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ റീകോംബിനന്റ് DNA ടെക്നോളജി DNA ഫ്രാഗ്മെന്റ്സ് ആർ ജോയിൻഡ് ബൈ ദ ഹെൽപ്പ് ഓഫ് എൻസൈം. 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. DNA ലിഗേസ്, DNA പോളിമറൈസ്, റെസ്ട്രിക്ഷൻ എൻസൈംസ്, ടാക്ക് പോളിമറൈസ്. ഇവിടെ DNA ഫ്രാഗ്മെന്റ്സ് ജോയിൻ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി DNA ലിഗേസ് ഉപയോഗിക്കുകയാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, സെലക്ട് ദി നോൺ പാരസൈറ്റിക് ഓർഗാനിസം ഫ്രം ദ ലിസ്റ്റ് ഗിവൺ ബിലോ. 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ലൈസ്, കസ്കുട്ട, എപ്പിഫൈറ്റിക് ഓർക്കിഡ്, ടിക്സ്. ഇതിലെ ലൈസ്, കസ്കുട്ട, ടിക്സ് ഇതെല്ലാം പാരസൈറ്റിക് ആണ്. എപ്പിഫൈറ്റിക് ഓർക്കിഡ് ആണ് പാരസൈറ്റിക് അല്ലാത്ത ഓർഗാനിസം. ക്വസ്റ്റ്യൻസ് 8 to 26 ക്യാരീസ് 2 സ്കോർസ് ഈച്ച്. 8 മുതൽ 26 വരെയുള്ള ചോദ്യങ്ങൾക്ക് 2 മാർക്ക് വീതം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സം ഓർഗാനിസംസ് ഫീമെയിൽ ഗാമേറ്റ് അണ്ടർഗോസ് ഡെവലപ്മെന്റ് ടു ഫോം ന്യൂ ഓർഗാനിസംസ് വിത്തൌട്ട് ഫെർട്ടിലൈസേഷൻ. നെയിം ദ ഫിനോമിനൻ, ഗീവ് ആൻ എക്സാമ്പിൾ. ഇവിടെ ഫിനോമിനൻ എന്ന് പറയുന്നത് പാർത്തനോജെനിസിസ് ആണ്. ഫീമെയിൽ ഗാമേറ്റ് ന്യൂ ഓർഗാനിസമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഫെർട്ടിലൈസേഷൻ നടക്കാതെയാണ്. ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഹണി ബി, റോട്ടിഫേഴ്സ് തുടങ്ങിയവയാണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ക്രോമോസോം നമ്പർ ഇൻ മിയോസൈറ്റ്സ് ആൻഡ് ഗാമേറ്റ്സ് ഓഫ് സം ഓർഗാനിസംസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ മിയോസൈറ്റ്സ്, ഗാമേറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. റൈസ് പ്ലാന്റ്സിലെ ഗാമേറ്റ്സിൽ 12 ക്രോമോസോമാണ്. മിയോസൈറ്റ്സിൽ ഇരട്ടിയായിരിക്കും 24. അതുപോലെ തന്നെ ഒനിയനിലെ
ഗാമേറ്റിൽ 8 ക്രോമസോംസ് ആണ്. മിയോസൈറ്റ്സിൽ ഇരട്ടിയായിരിക്കും 16. നേരെ തിരിച്ചാണ്. ആപ്പിളില് മിയോസൈറ്റ്സിൽ 34 ക്രോമസോംസ് ആണ്. ഗാമേറ്റ്സിൽ 17 ആണ്. അതുപോലെ തന്നെ മെയ്സില് മിയോസൈറ്റ്സിൽ 20 ക്രോമസോംസ് ആണ്. ഗാമേറ്റ്സിൽ 10 ക്രോമസോം ആണ്. 10ാമത്തെ ക്വസ്റ്റ്യൻ. There are 2 types of cyclic events that happens in the reproductive phase of female organisms among placental mammals. Which are the cyclic events and give one example for each? ഇവിടെ 2 തരം സൈക്ലിക് ഇവന്റ്സ് ആണ്. മെൻസ്ട്രൽ സൈക്കിൾ പ്രൈമേറ്റ്സിലാണ്, മങ്കീസ്, ഏപ്സ് പോലുള്ളവയിലാണ്. ഈസ്റ്റർ സൈക്കിൾ നോൺ പ്രൈമേറ്റ്സിലാണ്, കൗ, ഷീപ്പ് തുടങ്ങിയ ഓർഗാൻസിലാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. The outer layer of pollen grain is made up of sporopollenin. What is the importance of sporopollenin? Sporopollenin importance എന്താണ്? It is one of the most resistant organic material which can withstand high temperature, strong acid and alkali. So the pollen grains are well preserved as fossils. Next, 12ാമത്തെ question. Differentiate between autogamy and geitonogamy. Autogamy എന്ന് പറയുമ്പോൾ എന്താണ്? It is the transfer of pollen grains from anther to stigma of same flower. ഒരേ ഫ്ലവറിലെ പൊള്ളൻ ട്രാൻസ്ഫർ നടക്കുന്ന പ്രക്രിയയാണ്. സീനോഗമിയിലെ ട്രാൻസ്ഫർ ഓഫ് പൊളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് എ ഡിഫറെന്റ് പ്ലാന്റ്. ഒരു പ്ലാന്റിൽ നിന്ന് മറ്റൊരു പ്ലാന്റിലേക്കാണ് പൊള്ളൻ ട്രാൻസ്ഫർ നടക്കുന്നത്. ദിസ് ടൈപ്പ് ഓഫ് പൊളിനേഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ ജനറ്റിക്കലി ഡിഫറെന്റ് സ്പീഷീസ്. 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് ദ ഫീമെയിൽ പാരന്റ് പ്രൊഡ്യൂസസ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ്, ഇമാസ്കുലേഷൻ ഈസ് നെസസറി ഇൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. വാട്ട് ഈസ് ഇമാസ്കുലേഷൻ? ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Anthers are removed before dehiscence of bisexual flowers. ആന്തർ കട്ട് ചെയ്ത് കളയുകയാണ്. അതാണ് ഇമാസ്കുലേഷൻ. റൈറ്റ് ഡൗൺ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇമാസ്കുലേഷൻ. ഇറ്റ് ഈസ് ഹെൽപ്ഫുൾ ടു അവോയ്ഡ് സെൽഫ് പൊളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. അങ്ങനെ ഒരു ബൈസെക്ഷൽ ഫ്ലവർ ബെയറിംഗ് പ്ലാന്റ്സിനെ ഫീമെയിൽ പ്ലാന്റ് ആയിട്ട് കണക്കാക്കുകയാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഫ്യൂഷൻ ഓഫ് പോളാർ ന്യൂക്ലിയർ വിത്ത് മെയിൽ ഗാമേറ്റ് in double fertilization result in the formation of endosperm. Write down the function of endosperm. Endospermന്റെ ഫംഗ്ഷൻ എന്താണ്? It gives nutrition to the developing embryo എന്നുള്ളതാണ്. B. Write briefly about the endosperm development in cognitive. Primary endosperm nucleus undergoes successive nuclear divisions to give rise to free nuclei. അങ്ങനെ കുറെ ഫ്രീ ന്യൂക്ലിയർ ഫോം ചെയ്യുന്നു. This stage of endosperm development is called ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം. അതിനെ ഫ്രീ ന്യൂക്ലിയർ എൻഡോസ്പേം എന്ന് പറയുന്നു. ലേറ്റർ സെൽ വാൾ ഫോർമേഷൻ ഒക്കേഴ്സ് ആൻഡ് എൻഡോസ്പേം ബിക്കംസ് സെല്ലുലാർ. അതിനുശേഷം വാൾ ഫോർമേഷൻ നടക്കുന്നു, എൻഡോസ്പേം സെല്ലുലാർ ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഹിസാർഡെയിൽ ഈസ് എ ന്യൂ ബ്രീഡ് ഓഫ് ഷീപ്പ് ഡെവലപ്ഡ് ഇൻ പഞ്ചാബ്. ഐഡന്റിഫൈ ദ മെത്തേഡ് ബൈ വിച്ച് ദ ബ്രീഡ് ഈസ് ഡെവലപ്ഡ്. ഇവിടെ ക്രോസ് ബ്രീഡിംഗിലൂടെയാണ് ഹിസാർഡെയിൽ ഡെവലപ്പ് ചെയ്തത്. ബി ക്വസ്റ്റ്യൻ. നെയിം ദ പാരന്റൽ ബ്രീഡ്സ് ഓഫ് ഹിസാർഡെയിൽ. ഹിസാർഡെയിലിന്റെ പാരന്റ് എന്ന് പറയുന്നത് ബിക്കാനരി ഈവ്സ് ആൻഡ് മാരേനോ റാംസ് എന്ന് പറയുന്നവയാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ RDNA ടെക്നോളജി, ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഈസ് ഡൺ ബൈ എ പ്രോസസ് കോൾഡ് PCR. എക്സ്പാൻഡ് PCR. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ബി ക്വസ്റ്റ്യൻ. വാട്ട് ആർ ദ 3 മെയിൻ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ PCR? PCRലെ 3 പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ ഡിനാച്ചുറേഷൻ, അനീലിംഗ് ആൻഡ് എക്സ്റ്റൻഷൻ. 17ാമത്തെ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഇൻസ്ട്രുമെന്റ് ഇൻ ദ ഫിഗർ. ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ശ്രദ്ധിക്കുക. ഇതൊരു സ്റ്റിർഡ് ടാങ്ക് ബയോ റിയാക്ടറാണ്. അത് തിരിച്ചറിയുക. റൈറ്റ് എനി വൺ യൂസ് ഓഫ് ദിസ് ഇൻസ്ട്രുമെന്റ്. ഇതിന്റെ പ്രധാനപ്പെട്ട യൂസ് എന്താണ്? It is the large culture vessel for large scale production of recombinant protein, enzyme, etc. അതായത് RDNA ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബയോ റിയാക്ടർ പൊതുവെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. ലിസ്റ്റ് എനി 2 യൂസസ് ഓഫ് GMO ഇൻ അഗ്രികൾച്ചർ. ഇതിൽ ഒന്നാമത്തേത് മേഡ് ക്രോപ്സ് മോർ ടോളറന്റ് ടു ആബയോട്ടിക് സ്ട്രെസ്സസ്, കോൾഡ്, ഡ്രൗട്ട്, സോൾട്ട്, ഹീറ്റ് തുടങ്ങിയ ആബയോട്ടിക് കണ്ടീഷനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സിനെ ഉണ്ടാക്കിയെടുക്കുക. റെഡ്യൂസ് ദ റിലയൻസ് ഓൺ കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, പെസ്റ്റ് റെസിസ്റ്റന്റ് ക്രോപ്സ്.
പെസ്റ്റ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ക്രോപ്സ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇങ്ങനെ 2 യൂസസ് ആണ് എഴുതേണ്ടത്. 19ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് GEAC, മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. GEAC, ജനറ്റിക് എഞ്ചിനീയറിംഗ് അപ്രൂവൽ കമ്മിറ്റി. ഇതിന്റെ പ്രധാനപ്പെട്ട റോള്, ദേ ടേക്ക് ഡിസിഷൻസ് റിഗാർഡിംഗ് ദ വാലിഡിറ്റി ഓഫ് GM റിസർച്ച് ആൻഡ് ദ സേഫ്റ്റി ഓഫ് ഇൻട്രൊഡ്യൂസിംഗ് GM ഓർഗാനിസംസ് ഫോർ പബ്ലിക് സർവീസസ്. പ്രധാനമായിട്ടും വാലിഡിറ്റി ഓഫ് GM റിസർച്ച് ഒന്നാമത്തെ കാര്യം, അതുപോലെ സേഫ്റ്റി ആണ് മറ്റൊന്ന്. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. 20ാമത്തെ ക്വസ്റ്റ്യൻ, കമന്റ് ഓൺ ബ്രൂഡ് പാരസൈറ്റിസം വിത്ത് ആൻ എക്സാമ്പിൾ. ഇൻ ബ്രൂഡ് പാരസൈറ്റിസം, പാരസൈറ്റിക് ബേർഡ് ലൈസ് ഇറ്റ്സ് egg in the nest of its host and the host incubate them. The eggs of the parasitic bird resemble host's egg in size and color, so the host bird keep up it in their nest. അതായത് കുയിൽ കാക്കയുടെ കൂട്ടിൽ എഗ് ലേയിങ് നടത്തുന്നു, മുട്ടയിടുന്നു. അങ്ങനെ കുയിലിന്റെ എഗ്ഗ് കാക്കയുടെ എഗ്ഗ് പോലെയാണ് സൈസിലും കളറിലും. അതുകൊണ്ട് തന്നെ കാക്ക ആ മുട്ടകളെ പുറത്തെടുത്ത് കളയാൻ അല്ലെങ്കിൽ അതിനെ തട്ടിക്കളയാനായിട്ട് നോക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായിട്ടും പാരസൈറ്റിക് ബേർഡ് എന്ന് പറയുന്നത് കുക്കുവാണ് അല്ലെങ്കിൽ കുയിലാണ്. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഷോസ് സിംപ്ലിഫൈഡ് മോഡൽ ഓഫ് ഫോസ്ഫറസ് സൈക്കിൾ. അനലൈസ് ദ ഫിഗർ ആൻഡ് ഫിൽ അപ്പ് ദ ബ്ലാങ്ക്സ്. ഇവിടെ 2 ഭാഗങ്ങളാണ് ഫിൽ ചെയ്യാനായിട്ടുള്ളത്. എ, റോക്ക് മിനറൽസ്, ബി, പ്രൊഡ്യൂസേഴ്സ്. നെക്സ്റ്റ് 22ാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫിഗർ ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ് എ പിരമിഡ് ഓഫ് എനർജി. വൈ പിരമിഡ് ഓഫ് എനർജി ഈസ് ഓൾവേസ് അപ്രൈറ്റ് ഇൻ പൊസിഷൻ? പിരമിഡ് ഓഫ് എനർജി എല്ലായ്പ്പോഴും അപ്രൈറ്റ് ആയിട്ട് വരാനായിട്ടുള്ള കാരണം എന്താണ്? Pyramid of energy is always upright because when energy flows from a particular trophic level to the next trophic level, some energy is always lost as heat at each step. ഓരോ സ്റ്റെപ്പുകൾ കൈമാറുമ്പോൾ എനർജി ഹീറ്റ് രൂപത്തിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് എക്കോളജിക്കൽ സക്സഷൻ? ഡിഫറൻഷിയേറ്റ് ഹൈഡ്രാർക്ക് സക്സഷൻ ആൻഡ് സിറാർക്ക് സക്സഷൻ. ഇവിടെ എക്കോളജിക്കൽ സക്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the successive replacement of plant communities in an area over a period of time. ഇവിടെ 2 തരം സക്സഷനെ കുറിച്ച് പറയുന്നു. ഒന്നാമത്തേത് ഹൈഡ്രാർക്ക് സക്സഷൻ, രണ്ടാമത്തേത് സിറാർക്ക് സക്സഷൻ. ഹൈഡ്രാർക്ക് സക്സഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ദ എക്കോളജിക്കൽ സക്സഷൻ ഇൻ ദ ന്യൂലി ഫോംഡ് പോണ്ട് ഓർ ലേക്ക്. പൈനിയർ കമ്മ്യൂണിറ്റി ഇവിടെ ഫൈറ്റോ പ്ലാങ്ക്ടൺസ് ആണ്. സിറാർക്കിലെ it involves the ecological succession on by a rock surface. ഒരു റോക്ക് സർഫസിൽ ഏറ്റവും ആദ്യം പ്ലാന്റ് കമ്മ്യൂണിറ്റീസ് പ്രത്യക്ഷപ്പെടാണ്. ഇവിടെ പൈനർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ലൈക്കൻസ് ആണ്. നെക്സ്റ്റ്, ജൂം കൾട്ടിവേഷൻ ഓർ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ ഈസ് an agriculture practice in northeastern states of India. How this practice enhances deforestation? Deforestation കാരണമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ് ജൂം കൾട്ടിവേഷൻ, അല്ലെങ്കിൽ അതിന് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ് പറയുക. ഇൻ സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ, ദ ഫാർമേഴ്സ് കട്ട് ഡൗൺ ട്രീസ് ഓഫ് ദ ഫോറസ്റ്റ് ആൻഡ് ബേൺ ദ പ്ലാന്റ് റിമെയിൻസ്. The ash is used as fertilizer and the land is then used for farming or cattle grazing. ഇവിടെ കത്തിച്ച് കിട്ടുന്ന ചാരം ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കുകയാണ്. അതുപോലെ ലാൻഡ് കാറ്റിൽ ഗ്രേസിംഗിന് വേണ്ടി ഉപയോഗിക്കുന്നു. After cultivation, the area is left for several years so as to allow its recovery. The farmers then move on to other areas and repeat this process. ഇങ്ങനെ ആവർത്തിച്ച് ഈ പ്രക്രിയകൾ ചെയ്യുമ്പോൾ വലിയൊരു ഏരിയയിലുള്ള ഫോറസ്റ്റ് നശിക്കുന്നതിന് കാരണമാകുന്നു. റൈറ്റ് എനി 4 മെഷേഴ്സ് ഫോർ കൺട്രോളിംഗ് ഗ്ലോബൽ വാർമിംഗ്. 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത്, കട്ടിംഗ് ഡൗൺ ദ യൂസ് ഓഫ് ഫോസിൽ ഫ്യൂവൽ. ഫോസിൽ ഫ്യൂവലിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഇംപ്രൂവിംഗ് ദ എഫിഷ്യൻസി ഓഫ് എനർജി യൂസേജ്. മൂന്നാമത്തെ കാര്യം, പ്രിവെന്റ് ഡീഫോറസ്റ്റേഷൻ ആൻഡ് പ്ലാന്റിംഗ് ട്രീസ്. നാലാമത്തെ കാര്യം, സ്ലോയിങ് ഡൗൺ ദ ഗ്രോത്ത് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ. ഈ 4 കാര്യങ്ങൾ ഗ്ലോബൽ വാർമിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കും. 26ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ 1980 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ്ഡ് എ മാനേജ്മെന്റ് പ്രോഗ്രാം JFM. എക്സ്പാൻഡ് JFM, ജോയിന്റ് ഫോറസ്റ്റ് മാനേജ്മെന്റ്. വാട്ട് ഈസ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്? ഇതിന്റെ പ്രാധാന്യം എന്താണ്?
This is helpful to local communities for getting benefit of various forest products for the return of services, and thus the forest can be conserved in a sustainable manner. ലോക്കൽ കമ്മ്യൂണിറ്റീസ് ഫോറസ്റ്റ് കൺസർവ് ചെയ്യാനായിട്ട് ധാരാളം സഹായങ്ങൾ ചെയ്യുന്നു. അതിന് പകരമായി മൈനർ ഫോറസ്റ്റ് പ്രൊഡക്ട്സ് അവർക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ സസ്റ്റൈനബിൾ മാനറിൽ ഫോറസ്റ്റ് കൺസർവേഷൻ നടക്കുന്നു. ക്വസ്റ്റ്യൻസ് 27 to 31 carries 3 scores each. 27 മുതൽ 31 വരെയുള്ള ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതമാണ്. 27ാമത്തെ ചോദ്യം, പൊളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് pollen grains ഫ്രം ആന്തർ ടു സ്റ്റിഗ്മ ഓഫ് pistil. റൈറ്റ് എനി 3 അഡാപ്റ്റേഷൻസ് സീൻ ഇൻ വിൻഡ് പോളിനേറ്റഡ് പ്ലാന്റ്സ്. ഇതിൽ ആദ്യത്തേത്, pollen grains ആർ ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള pollen grains ആണ്, നോൺ സ്റ്റിക്കി ആണ്. രണ്ടാമത്തെ പോയിന്റ്, ഫ്ലവേഴ്സ് ഹാവ് എ സിംഗിൾ ഓവ്യൂൾ ഇൻ ഈച്ച് ഓവറി. സിംഗിൾ ഓവ്യൂൾ മാത്രമാണ് കാണുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ദേ പൊസസ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമൻസ് ആൻഡ് ഫെദറി സ്റ്റിഗ്മ. സ്റ്റേമൻസ് എക്സ്പോസ്ഡ് ആണ്, സ്റ്റിഗ്മ ഫെദർ നേച്ചർ ആണ്. pollen grains-നെ കളക്ട് ചെയ്യാൻ എളുപ്പമാണ്. ഇത്തരം കാര്യങ്ങൾ ഇതിൽ നോട്ട് ചെയ്ത് വെക്കേണ്ടത്. 28ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറെന്റ് സ്റ്റെപ്സ് ഓഫ് പ്ലാൻ ബ്രീഡിംഗ് ഇസ് ഗിവൺ ബിലോ. ഒരു 5 സ്റ്റെപ്പുകൾ പ്ലാൻ ബ്രീഡിംഗിനുണ്ടെന്ന് അറിയാമല്ലോ. ഇതിലെ ക്രിയേറ്റ് എ ഫ്ലോ ചാർട്ട് ഓഫ് പ്ലാൻ ബ്രീഡിംഗ് ഫ്രം ദ അബോവ് സ്റ്റെപ്പ് ഇൻ സീക്വൻഷ്യൽ മാനർ. ഇവിടെ ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിരിക്കുന്നു. ആ ഫ്ലോ ചാർട്ടിൽ ഉചിതമായിട്ടുള്ളത് ഫിൽ ചെയ്യുക. അപ്പോൾ ഇവിടെ എ എന്ന് പറയുമ്പോൾ ഇവാലുവേഷൻ ആൻഡ് സെലക്ഷൻ ഓഫ് പാരന്റ്സ്, ബി ക്രോസ് ഹൈബ്രിഡൈസേഷൻ എമംഗ് സെലക്ടഡ് പാരന്റ്സ്, സി സെലക്ഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് സുപ്പീരിയർ റീകോമിനൻസ്. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഫിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. 29ാമത്തെ ക്വസ്റ്റ്യൻ, ഗിവൺ ഡയഗ്രാം ഷോസ് എ ടെക്നിക് യൂസ്ഡ് ഇൻ ആർ DNA ടെക്നോളജി. അപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു. അതിൽ ആദ്യം എ, ഐഡന്റിഫൈ ദ പ്രോസസ്. ജെൽ ഇലക്ട്രോഫോറസിസ് ആണ് ഇവിടെ നടക്കുന്നത്. ബി, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ടെക്നിക് ഇൻ ആർ DNA ടെക്നോളജി. പ്രധാനമായിട്ടും കട്ട് DNA ഫ്രാഗ്മെന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ്. ഇൻ ദിസ് കട്ട് ഫ്രാഗ്മെന്റ്സ് ഓഫ് DNA ആർ സെപ്പറേറ്റഡ്. മൂന്നാമത്തെ ഭാഗം, നെയിം ദ സ്റ്റെയിൻ യൂസ്ഡ് ഇൻ ദിസ് ടെക്നിക് ഫോർ വിഷ്വലൈസിംഗ് DNA അണ്ടർ UV ലൈറ്റ്. ഇവിടെ ഉപയോഗിക്കുന്ന സ്റ്റെയിൻ ആണ് എഥിഡിയം ബ്രോമൈഡ്. 30ാമത്തെ ക്വസ്റ്റ്യൻ, BT cotton is a transgenic plant. What does BT stands for? Bacillus thuringiensis. Explain the mechanism of insect resistance in BT cotton. BT toxin protein exists as inactive protoxin, but it is converted into active form in the presence of alkaline pH of insect gut. Alkaline pH ല് അത് ആക്റ്റീവായിട്ട് മാറുന്നു എന്നുള്ളതാണ്. The activated toxin binds to the surface of midgut epithelial cells and create pores that cause cell swelling and lysis and result in the death of insect. ഇത്തരത്തിലുള്ള ആക്ടിവേറ്റഡ് ടോക്സിൻ ഇൻസെക്ടിന്റെ ഗട്ടില് ബൈൻഡ് ചെയ്യാണ്. അങ്ങനെ അത് പോഴ്സ് ഉണ്ടാക്കുന്നു, തുടർന്ന് സെൽ സ്വെല് ചെയ്യുന്നു, ലൈസിസ് നടക്കുന്നു. അങ്ങനെ ഇൻസെക്ടിന്റെ ഡെത്തിന് കാരണമാകുന്നു എന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ 31. Opuntia is a plant well adapted to desert conditions. Write down the various adaptation found in desert plants. Desert plantsന്റെ adaptations ഏതൊക്കെയാണ്? Desert plants have a thick cuticle on their leaf surface. കട്ടിയുള്ള മെഴുകു പോലുള്ള ആവരണം കാണുന്നു. And stomata arranged in deep pits to minimize water loss through transpiration. ട്രാൻസ്പിരേഷൻ വഴിക്ക് നഷ്ടപ്പെടുന്ന ജലത്തിന്റെ അളവ് കുറയ്ക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ് സ്റ്റൊമാറ്റ ഇങ്ങനെ ഡീപ്പ് പിറ്റ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുമ്പോൾ. They also have cam pathway in which they open stomata during night and close during daytime. ഇത്തരം പ്ലാന്റ്സ് ക്യാം പാത്വേ കാണിക്കുന്നു, ക്രാസുലേഷൻ ആസിഡ് മെറ്റാബോളിസം. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിന് പ്രത്യേകത സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്നത് നൈറ്റ് ടൈമിലും ക്ലോസ് ചെയ്യുന്നത് ഡേ ടൈമിലുമാണ്. ഇതും ട്രാൻസ്പിരേഷൻ തടയാനുള്ള അനുകൂലമാണ്. അങ്ങനെ 2021 മോഡൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. വളരെയധികം സഹായകരമാകും എന്നാണ് വിശ്വസിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കൂടുതൽ ഭാഗവും ഫോക്കസ് ഏരിയയിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ മാർച്ചിലെ പൊതുപരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നന്ദി.